കേരളത്തിൽ ഒന്നടങ്കം നാളെ ലോഞ്ച് ചെയ്യാനിരിക്കുമ്പോൾ അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം നമുക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം, അത് കൂടാതെ തന്നെ നമുക്ക് ഫസ്റ്റ് ഡെലിവറി കിട്ടുക എന്നുള്ളതും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുർഷിദ് ബാൻഡിഡോസ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ? ശരിക്കും നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാലക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശം വളരെ തിളങ്ങി നിൽക്കുകയാണ്. ഞാനും ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലായിരുന്നു. പിന്നെ ചെന്നൈയിൽ നിന്നും ഇന്നലെ കോയമ്പത്തൂർ എത്തി. ദെൻ ഫ്രം ദർ ഇന്നിപ്പോൾ കോയമ്പത്തൂരിന് ഞാൻ പാലക്കാടിലേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ തുടങ്ങുന്ന മുതലുള്ള, കാരണം മീഡിയ ടീമും തൃശ്ശൂരിൽ നിന്നാണ് അവർ വന്നത്. ഞാൻ വേറൊരു ബിസിനസ് ആവശ്യമായിട്ട് പോയതാണ്. അതുകൊണ്ട് എനിക്ക് ഗോപ്രോ ഷൂട്ട് ചെയ്യാനുള്ളതൊന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് അതുകൊണ്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് AM വിങ്സ് ഹോണ്ടയിലാണ്. ഇന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. വളരെ വിശേഷമുള്ള ദിവസമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ പല വീഡിയോയിലും വിശേഷമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വിശേഷം ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ അത് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നും ഒരു വളരെ വിശേഷമുള്ള ദിവസമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ബാൻഡിഡോസ് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിള് ഡെലിവറി എടുക്കാൻ പോകുന്ന ദിവസമാണ്. അതിലുപരി ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ലോഞ്ച് നടക്കാനിരിക്കുന്നത് ട്യൂസ്ഡേ, നാളെയാണ്. ആ ലോഞ്ചിന്റെ മുന്നേ ആയിട്ട് ഇന്ന് തിങ്കളാഴ്ച നമ്മൾ ഈ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതൊരു പ്രിവിലേജ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ ഒന്നടങ്കം നാളെ ലോഞ്ച് ചെയ്യാനിരിക്കുമ്പോൾ അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം നമുക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം, അത് കൂടാതെ തന്നെ നമുക്ക് ഫസ്റ്റ് ഡെലിവറി കിട്ടുക എന്നുള്ളതും. വി ആർ വെരി മച്ച് ഹാപ്പി. ദ എൻ്റയർ ടീം ഓഫ് ബാൻഡിഡോസ് ഈ ഒരു AM വിങ്സ് ഗ്രൂപ്പിനോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഇൻസിഡന്റിലേക്കൊന്നും അധികം നമുക്ക് പോകാനില്ല. ബിക്കോസ് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഐ എം ടോട്ടലി സേഫ്. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരികയാണ്. ഞാൻ ഒരുപാട് അഡ്വഞ്ചർ കോണ്ടന്റുകൾ, അതായത് അഡ്വഞ്ചർ സേഫ് കോണ്ടന്റുകൾ അത് നിങ്ങൾക്ക് എപ്പോഴും തരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഏകദേശം 2006 മുതൽ ഈ ഒരു അഡ്വഞ്ചർ സീരീസിൽ ഞാൻ പല ഇവന്റുകൾ ഓർഗനൈസ് ചെയ്യുന്നു, പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്നു. സോ എനിക്ക് എങ്ങനെ ഒരു അഡ്വഞ്ചർ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാനും അത് കാണിക്കാനൊക്കെ എനിക്ക് അതിനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ ഒന്നും നമ്മൾ കൂടുതലായിട്ട് കടക്കേണ്ടതായിട്ടില്ല. അതിൽ എനിക്കൊരു വിഷമവുമില്ല, ചെയ്തതിലും വിഷമമില്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൽ എനിക്ക് വിഷമമില്ല. The only one thing what I want to tell you people is we will be with you guys with more adventure content. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഓക്കെ, സോ ഇന്നിപ്പോൾ വന്ന് നമ്മൾ ഈ ഡെലിവറി വീഡിയോയിലേക്കും ലോഞ്ച് വീഡിയോയിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ആസ് ഐ സെഡ്, AM വിങ്സ് ഹോണ്ട വാട്ട് ഐ ഫെൽറ്റ് വലിയൊരു ഷോറൂമാണ് കേട്ടോ. നമ്മൾ യൂഷ്വൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ഷോറൂമല്ല, നല്ല ഒരു വലിയ ഷോറൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ സെറ്റപ്പ് കാണുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഒരുപാട് മോട്ടോർ സൈക്കിൾ സെല്ല് ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരണം ഞാൻ ഈ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും 1-2 സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം മോട്ടോർ സൈക്കിൾ തരാമെന്ന് പറഞ്ഞിട്ടുള്ളതും ഈ ഒരു AM വിങ്സ് ഹോണ്ടയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വന്നിട്ട് ഈ ഒരു ഡെലിവറി എടുക്കാനുള്ള കാരണം. സോ ലെറ്റ്സ് ഗോ. റൈറ്റ് നൗ നമ്മൾ ഈ ഒരു ലോഞ്ച് സെറമണിയിലേക്കാണ് പോകുന്നത്. ലോഞ്ച് സെറമണിയോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫസ്റ്റ് ഡെലിവറിയും കൂടി എടുക്കാൻ പോവാണ്. ഹോണ്ട സൈഡിൽ നിന്നുള്ള ഈ ഷോറൂമിന്റെ ആളുകളും നമ്മളോടൊപ്പം ചേരാണ്. സോ ഹൗ ഡു യു ഫീൽ? എന്താണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? വാട്ട് ആർ ദ റെവല്യൂഷൻ ഹോണ്ട മോട്ടോർ സൈക്കിൾ ഇസ് ഗോയിങ് ടു മേക്ക്? ഇത് സ്പെഷ്യലി ഞങ്ങളൊരു ന്യൂ സെഗ്മെന്റിലേക്കാണ് കടന്നിട്ടുള്ളത്. ഇതൊരു ഓഫ് റോഡ് ആസ് വെൽ ആസ് ടൂറിംഗ് ലോങ് ഡിസ്റ്റൻസ്. ആ ഒരു സെഗ്മെന്റ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ വലിയൊരു എക്സ്പെക്ടേഷനിലാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഞങ്ങൾ കാണുന്നത്. ഇതൊരു 184cc ആണ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ദാറ്റ്സ് ദ മെയിൻ തിങ്. അതായത് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന XC500ന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോട്ടോർ സൈക്കിൾ എനിക്ക് ഹോണ്ട കൊച്ചിൻ ഷോറൂമാണ് തന്നത്. ആ ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ചപ്പോൾ ഞാൻ ആ വീഡിയോയിലും പറയുണ്ടായി, വൺ ഓഫ് ദ ബെസ്റ്റ് മോട്ടോർ സൈക്കിൾ, ഒരു 500cc മോട്ടോർ സൈക്കിൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ ശരിക്കും പറയുന്നുണ്ട്, ദ ഓൺലി വൺ തിങ്, ആ ഒരു മോട്ടോർ സൈക്കിൾ നമ്മളെ റോഡുകളിലോ അല്ലെങ്കിൽ ഇന്ത്യൻ റോഡുകളിലോ
നിങ്ങൾ അധികം കാണാതിരുന്നത് ദ ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രൈസ് റേഞ്ച്. 8 ലക്ഷം രൂപ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബഡ്ജറ്റ് തന്നെ ആയിപ്പോയി. അതുകൊണ്ട് എനിക്കത് വാങ്ങാൻ സാധിച്ചില്ല. ദ മോസ്റ്റ് റീസൺ വാങ്ങാൻ സാധിക്കാത്തത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്രൈസ് റേഞ്ച്. 8 ലക്ഷം രൂപ കൊടുത്ത് അത് വാങ്ങിക്കാൻ എനിക്ക് തോന്നിയില്ല. പക്ഷെ അപ്പൊ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ അതേ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്കൊരു എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ റോഡുകളിൽ ഈ ഒരു മോട്ടോർ സൈക്കിളിന് നല്ലൊരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത്. ആ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒരു 4-5 ഡേയ്സ് ആയിട്ടുള്ള നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ആ വീക്കിൽ തന്നെ നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ 1.45 ലാഖിന് എക്സ് ഷോറൂം പ്രൈസിൽ ലോഞ്ച് ചെയ്യാന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടൂറിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയി കിട്ടാൻ പോകുന്ന അവസരമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? തീർച്ചയായിട്ടും. ഓൾ റൈറ്റ്, അപ്പൊ നമ്മൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് കടങ്ങിയാലോ അല്ലേ? സോ ബിഫോർ ദ ലോഞ്ച് നമ്മൾ ഇവരെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളെ കൂടെ ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ, അല്ലേ? നമ്മളിതൊരു ഓടിച്ചിട്ടില്ല. അപ്പോൾ അവർ അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ഡിസ്കഷൻ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എൻ്റെ കൂടെ ഉള്ളത് അരുൺജീനെ എല്ലാവർക്കും അറിയുന്ന ആളാണല്ലോ, അല്ലേ? എനിക്ക് എല്ലാ മീഡിയ ടീമിനും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ സാധിച്ചില്ല. ഇറ്റ്സ് ബിക്കോസ് ഞാൻ വേറൊരു സൈഡിൽ നിന്ന് വരുന്ന ആയതുകൊണ്ടാണ്. പക്ഷേ ഈ വീഡിയോ തീരുന്നതിന് മുന്നേ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓൾ റൈറ്റ്, കമാ. CB200X. Okay. Maybe it's coming for a different vehicle, but your strategy is to sell CB200X. It can accommodate more range of customers because it has been priced in such a way that it can be more affordable. Sturdy ആണ്. So off-roadsനെ കുറച്ചുകൂടി helpful ആയിരിക്കും. അത് കണ്ടാൽ അറിയാൻ പറ്റും ഒരു വെറൈറ്റി മോഡൽസ് അതിന്റെ ഇപ്പൊക്കെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഒരു പ്രൈസിംഗ് നമുക്ക് ഇറങ്ങിയത് നമുക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു സെഗ്മെന്റ് നിറയെ റോഡിൽ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും USB സസ്പെൻഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നല്ല ഒരു ഗുണം ചെയ്യും. സോ വൺസ് അഗൈൻ നമ്മളെ AM വിങ്സ് ഹോണ്ടക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സെഷൻ. നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ആഫ്റ്റർ ദ ലോഞ്ച് വി ആർ ഗോയിങ് ടു ടേക്ക് ദ ഡെലിവറി ഓഫ് ദ ഓൾ ന്യൂ ഹോണ്ട CB200X. All right, with all your permission, we are going to unveil the all new Honda CB200X. Yay! So thank you AM Wings for giving such a beautiful motorcycle before the launch date. Really appreciate, and the complete entire team of Bandidos are very thankful to the whole team of Honda AM Wings Palakkad. So what do you want to tell about this motorcycle? Basically, it looks very nice, a very sharp design. It's a cute motorcycle, and yet to drive on it. You are the one going to drive on it. But for me, on a first look, it looks fantabulous. Nobody will dislike the design element of this. It's very sharp. As we've seen, the CB500X is definitely a touring bike with all performance. We have tested the higher range bike that was performing very good on different terrains. We hope this bike will solve the problem. And when we released our last video on CB500X, we stated about the talk of the town motorcycle, and the talk in the town was the pricing on it. So that is been solved. That is the news what we got from Honda. That's a absolute good news for you guys. So after riding this bike, we will give you a complete detailed review about this, and obviously since it is Bandidos, we will also review about the possible accessories what we are going to introduce for you. So at this point of time, I love this motorcycle. How does it look? The contrast on the design and graphics, it looks beautiful, isn't it? It's nice, and it will perform as well. So it is one of the remarkable products launching in this season, I would say, and we will give you much more reviews and details in a short while. Thank you so much. So as Arunji said, ഈ ഒരു മോട്ടോർ നമ്മൾ ഇന്ന് റിവീൽ ചെയ്തു. ആൻഡ് അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഒരു അഡ്വഞ്ചർ റൈഡും ഇതിൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വലിയ എപ്പിസോഡായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ഒരു സിനിമാറ്റിക് വീഡിയോ. നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ എപ്പോഴും കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത് സിനിമാറ്റിക് വീഡിയോ ആണ്. ബാൻഡിഡോസിന്റെ മീഡിയ, നമ്മളെ വീഡിയോഗ്രാഫേഴ്സ് ആണെങ്കിലും എഡിറ്റേഴ്സ് ആണെങ്കിലൊക്കെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ വീഡിയോ
വീഡിയോ എടുക്കുന്ന ആളടക്കം. അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടെ മാസമായിട്ട് ഷൂട്ട് ചെയ്യേണ്ട പല ലൊക്കേഷനിലും പോയിട്ട് പെർമിഷനോട് കൂടി കുറച്ച് അഡ്വഞ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് വിൽ ടേക്ക് ടൈം. വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് ആ ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ഒരു സെക്കൻഡ് എപ്പിസോഡ് നല്ല ഒരു സിനിമാറ്റിക് വീഡിയോ ആയിട്ട് വി വിൽ കം ബാക്ക്. ഓൾ റൈറ്റ്, സോ say something about the motorcycle, please. Anyway, we are fortunate to have CB200X as well as Murshid Bandidos. Welcome you, sir. Thank you. You can see here, Honda is always giving a more priority. അല്ലേ, നമ്മൾ സെയിൽസും സർവീസിലൊക്കെ ഉപരി സേഫ്റ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സേഫ്റ്റി ഇന്ത്യ അല്ലേ. സോ അപ്പാർട്ട് ഫ്രം സെയിൽസ് ആൻഡ് സർവീസ്, നിങ്ങളെ റൈഡിലും നല്ലൊരു പ്രൊട്ടക്ഷൻ തരാം, നിങ്ങളെല്ലാവരും ഒരു സേഫ് റൈഡ് ചെയ്യാന്നുള്ള ഒരു എഡ്യൂക്കേഷനും കൂടെ ഹോണ്ട എപ്പോഴും പ്രാധാന്യത്തിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് നീങ്ങാം. So once again a big thanks to AM Wings Honda Palakkad. നമ്മളെ സെറമണിയൊക്കെ അവസാനിച്ചു. Now we are going to the next session. What are the features? അല്ല, നിങ്ങൾക്കൊരു walk around വീഡിയോ ആണ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. We'll give you the complete updates for this motorcycle. Let's go. സോ നമ്മൾ ഈ ഷോറൂം ഒക്കെ കണ്ടല്ലേ, ഇതിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. മോട്ടോർ സൈക്കിൾ വെച്ചിരിക്കുന്ന രീതി കണ്ടു. സ്കൂട്ടറിന് ഒരു സെഗ്മെന്റ് കൊടുത്തിരിക്കുന്നു, ഈ ഒരു ബൈക്കിന്റെ സെക്ഷൻ വേറെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഇവരെ സർവീസ് ഏരിയ ആണ് കാണാൻ പോകുന്നത്. ഇത് കണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് അവിടെയും കൂടെ നമ്മളൊന്ന് പോയി നോക്കാം, നിങ്ങളെല്ലാവരും അതും കൂടെ ഒന്ന് കാണിക്കാന്ന് തീരുമാനിച്ചത്. ലെറ്റ്സ് ഗോ. 1949 മുതലുള്ള ഹോണ്ടന്റെ ഹിസ്റ്ററി ആണ് ഈ ഒരു സർവീസ് ഏരിയയിൽ വെച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഓൾ റൈറ്റ്, കം ജോയിൻ. വൗ, ഇതെന്താണ്? വ്യത്യസ്തമായ കളറുകൾ നമ്മളൊന്ന് കസ്റ്റമേഴ്സ് കാണാൻ വേണ്ടി നമ്മളൊരു കാരിയർ ചെയ്തിരിക്കുകയാണ്. പാഷനേറ്റ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് കേട്ടോ, അതുകൊണ്ട് മാത്രമാണ് ഇത്തരം നല്ല നല്ല ആർട്ടുകൾ ചെയ്യാൻ സാധിക്കുന്നത്. അടിപൊളി. ഇതിപ്പോൾ ഏകദേശം എത്ര ബേ ആണ് ഈ സർവീസ്? 12 ബേ ആണുള്ളത്. 12 ടോട്ടലായിട്ട്. ഓക്കെ. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കമ്പാരിറ്റീവ്. സോ ഒരുപാട് ആശയങ്ങൾ മുൻനിർത്തി വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് എന്ന് വേണം പറയാൻ അല്ലേ. അതിനൊരു പ്രാധാന്യമുണ്ട്, ഒരുപാട് വാല്യൂസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് വേണം പറയാൻ. വെരി നൈസ്. സോ എല്ലാവരും ഇന്ന് പോകാനുള്ള സമയമായിട്ടുണ്ടാവും. അതിന്റെ എത്ര മണിയാണ്? നമ്മൾ വർക്ക് തീരുമ്പോൾ നമ്മൾ ഇറങ്ങും, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ടൈം ഒന്നുമില്ല. കമ്മിറ്റ്മെന്റ് ആണ്. കൊടുക്കണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇറങ്ങും. ഓവർനൈറ്റ് ആയാലും യു പീപ്പിൾ വർക്ക് ആൻഡ് ഫിനിഷ് ദ സൂപ്പർ. ആ അകത്ത ഭാഗം കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടും അവരെ പെരുമാറ്റത്തിലായാലും കുറച്ചും കൂടെ ഇമ്പ്രസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴും വിചാരിക്കും സർവീസ് ഏരിയ എന്ന് പറയുന്നതൊക്കെ അലങ്കോലായിട്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. അതല്ല, ഇതൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മോട്ടോർ ലോഞ്ചൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ഡെലിവറി സെറമണി കഴിഞ്ഞു. നൗ ഐ എം ഗോയിങ് ടു ഗിവ് യു ദ ഫസ്റ്റ് ലുക്ക് അല്ല, ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ വിഷ്വൽ അപ്പീലും എൻജിനിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളും അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉത്തരങ്ങളാണ് ഞാനിവിടെ നൽകാൻ പോകുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു ദ ഫ്രണ്ട് സൈഡ്, നമ്മൾ ഈ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഫെയറിങ്, ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു നല്ല ഫെയറിങ് കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചു. ദാറ്റ് ഗിവ്സ് ഒരു അഗ്രസീവ് ലുക്ക് അല്ലെ. പല സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫീലാണ് ഞാൻ പറയുന്നത്, ചില സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഹോണ്ട ആഫ്രിക്കൻ ട്വിന്നിന്റെ സിമിലർ ആയിട്ടുള്ള പല ഏരിയകളും എനിക്ക് തോന്നിയിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഈ ഒരു റെഡ് കളറിൽ, സിൽവർ കളറിലും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ കൂടെ നമ്മൾ എന്തുകൊണ്ട് റെഡ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പോർട്സ് റെഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോണ്ട ആഫ്രിക്കൻ ട്വിന്നിന്റെ പല സിമിലാരിറ്റി വിഷ്വലിൽ നിങ്ങൾക്ക് പല ആംഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. മേ ബി ഈ വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഈ ഒരു സൈഡിൽ, അതായത് ഫെയറിങ്സ് ലുക്സ് റിയലി ഗുഡ്. ആ ഒരു ഹൈറ്റ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ലുക്ക് നിലനിർത്താൻ സാധിച്ചു. ഒരു ഗോൾഡൻ കളർ USD ഫോക്കും കൂടെ വന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ പ്രോപ്പർ ഒരു അഡ്വഞ്ചർ ലുക്ക് ഹോണ്ട ബൈക്കിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. സിംഗിൾ ചാനൽ ABS ആണ്. ഇനി ടയറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 110 70 R17 ഡ്വൽ പർപ്പസ് ടയേഴ്സ് ആണ്. സോ ഒരു പരിധി വരെ നമുക്ക് ഒരു ഡിഫറെന്റ് ടെറൈൻസിലൊക്കെ ഓടിക്കാൻ സാധിക്കും. നല്ലൊരു ഭംഗിയുള്ള അലോയ് വീലും കൂടെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിലെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു LED ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. വിസിബിലിറ്റിക്ക് നല്ലൊരു കുറവുകളും ഉണ്ടാവാതെ തന്നെ വരുന്ന നല്ലൊരു LED ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതിനോട് തൊട്ട് മുകളിലായിട്ട് വിൻഷീൽഡ് ഒരു പരിധി വരെ നമുക്ക് വിൻ ബ്ലാസ്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ആവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വലുപ്പത്തിലുള്ള ഒരു വിൻഷീൽഡും കൂടെ ഫ്രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ തൊട്ട സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ യൂഷ്വലി ഇങ്ങനത്തെ മോട്ടോർ സൈക്കിളിന് നെക്കൽ ഗാർഡ് ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു 184cc മോട്ടോർ സൈക്കിളിൽ കമ്പനി നല്ല ഒരു ABS നെക്കൽ ഗാർഡും ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു LED ലൈറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ഗിവ് ഒരു പ്രൊട്ടക്ഷൻ. സൈഡിൽ നമുക്കറിയാം നെക്കൽ ഗാർഡ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് മോട്ടോർ സൈക്കിൾ താഴെ വീഴുകയാണെങ്കിൽ നമ്മൾ കൈകൾക്ക് ഒരു പ്രൊട്ടക്ഷനാണ്, ഒന്നും പറ്റാതിരിക്കാനാണ്. ഈ നെക്കൽ ഗാർഡിന് കൂടെ തന്നെ വരുന്ന ഒരു ഇൻബിൽഡ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ കൊടുത്തുകൊണ്ട് തന്നെ വേറൊരു സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനും സാധിക്കില്ല. പക്ഷേ മോർ ഓവർ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ബിഗ് ബൈക്ക് ലുക്ക്, അല്ലെങ്കിൽ വിഷ്വലി നല്ല ഒരു ലുക്ക്, നമ്മളെ പർപ്പസ് ഓൾറെഡി ഈ ഒരു ഇൻഡിക്കേറ്റർ വരുന്നതോടുകൂടെ തന്നെ മീറ്റ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷ്വലിയും വലിയ ഒരു വ്യത്യാസം ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ വരുന്ന സമയത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഹാൻഡിൽ ബാർ റേസറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കമ്പനി തന്നെ ഒരു അപ്രൈറ്റ് റൈഡിംഗ് പോസ്ചർ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഹാൻഡിലിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാം കേട്ടോ. നല്ലൊരു റൈഡിംഗ് പോസ്ചർ, ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലോങ് ടൂറിങ് ചെയ്യുന്ന സമയത്ത് അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളൊരു നല്ല യാത്ര പോകുന്ന ആളുകളാണെങ്കിൽ, ഒരുപാട് ലോങ് ടൂറിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു റൈഡിംഗ് പോസ്ചർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ടൂറിംഗ് മോട്ടോർ സൈക്കിളിന് വളരെ വേണ്ടതായിട്ടുള്ളതാണ്. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ വിഷ്വൽ കംപ്ലീറ്റ് ഫ്രണ്ട് സൈഡിലേക്ക് ഉണ്ടായിരിക്കും അല്ലേ. സോ അതുകൊണ്ട് തന്നെ കമ്പനി ഈ ഒരു ഫാരിങ്ങിന്റെ എൻ സൈഡിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വിൻഷീൽഡിന്റെ തൊട്ട് താഴേക്കായിട്ടാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫുള്ളി ഡിജിറ്റൽ ലിക്വിഡ് ക്രിസ്റ്റൽ മീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ വിസിബിലിറ്റി കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. തൊട്ട് താഴെ തന്നെ ഹോണ്ടന്റെ ഒരു ലോഗോ വരുന്നുണ്ട്. അവിടെ നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. സോ അതെല്ലാം കൂടെ ഇതിന്റെ കൂടെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് എന്ന് വേണം പറയാൻ. ടാങ്ക് കപ്പാസിറ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 12 ലിറ്റർ ആണ് പെട്രോൾ കപ്പാസിറ്റി. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് ഫെയറിങ്ങിനോട് ബ്ലെൻഡ് ആവുന്ന, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പാണ്, എലഗൻ്റ് ആണ്. ശരിക്കും ഈ ഒരു ബൈക്കിലേക്ക്, ഈ ഒരു മോട്ടോർ സൈക്കിളിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ലുക്ക് കൊണ്ടുവരാൻ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ടാങ്ക് ഈ ഒരു ഫെയറിങ്ങിനോട് സ്യൂട്ടാക്കി എന്ന് വേണം പറയാൻ. അടുത്തത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീറ്റാണ് കേട്ടോ. ഒരു ബ്രോഡ് സീറ്റാണ്. ലോങ് ടൂറിങ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സീറ്റാണ്. ബിക്കോസ് ചെറിയൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ്. ഒരു സിംഗിൾ സീറ്റ് ആണെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് ഇരിക്കാൻ സാധിച്ചേനെ. പക്ഷേ ഒരു അപ്രൈറ്റ് റൈഡിംഗ് പോസ്റ്റർ ഉള്ളതുകൊണ്ട് ഈ സീറ്റ് മോർ ഇനഫ് ആണ്. കാരണം നിങ്ങൾക്ക് ഇരിക്കുന്ന സ്പോട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തൊട്ട് താഴേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 167 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് മോർ ഇനഫ് ഫോർ അവർ റോഡ്സ്. മാത്രമല്ല വെയിറ്റ് നോക്കുകയാണെങ്കിൽ 147 kg ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അല്ലേ. നമുക്ക് വെയിറ്റും വളരെ പ്രാധാന്യത്തിൽ എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. സോ ദിസ് ബൈക്ക് ഇസ് കമ്മിങ് 147 kg. സീറ്റ് ഹൈറ്റ് വരുന്നത് 810 mm ആണ്. സോ ദാറ്റ് മീൻസ് ഇതൊരു ടോള മോട്ടോർ സൈക്കിളായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒരുവിധ ആളുകൾക്കൊക്കെ ശരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് കാല് താഴെ ടച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഭയങ്കര ഹൈറ്റിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല.
ഇപ്പോൾ ഞാൻ നേരത്തെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വളരെ ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റാണ്, സ്റ്റാൻഡേർഡ് ഹൈറ്റാണ്. ഇനി തൊട്ട് ബാക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു ഗ്രാബ് റെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ഗ്രാബ് റെയിൽ തന്നെയാണ്. അതായത് വലിയ ഒരു അഗ്രസീവ് സാധനം ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്താതെ തന്നെ ഒരു ഗ്രാബ് റെയിൽ വന്നിട്ടുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എക്സ് എലമെൻറ്റോട് കൂടി വരുന്ന ഒരു ടെയിൽ ലൈറ്റ് ആണ്, LED ടൈൽ ലൈറ്റ്. സോ ദാറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂവിലാണെങ്കിൽ ഇതൊരു അഗ്രസീവ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ് എലമെന്റ് വന്നത് വളരെ നന്നായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് നല്ലൊരു LED ഇൻഡിക്കേറ്റേഴ്സും കൂടെ വന്നിട്ടുള്ളത്. സോ ഓൾ ഓവർ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ അഗ്രസീവ് ലുക്ക് തന്നെ അല്ലേ. കാരണം ടയേഴ്സിലേക്ക് ഇതിൻ്റെ സ്യൂട്ടബിൾ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓൾ ടെറൈൻ ടയേഴ്സ് തന്നെയാണ് അല്ലേ. ടയറിൻ്റെ പാറ്റേണും കൂടെ ഇതിനൊക്കെ ശരിക്കും ഒരു ബിൽട്ട് ബാക്കിൽ നോക്കുന്ന സമയത്ത് ഒരു ഭംഗി കൂട്ടാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാർട്ടാണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്. എക്സോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്സെപ്റ്റ് പോസ്റ്ററിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കാണുന്ന സമയത്ത് ശരിക്കും ഞാൻ വിഷ്വലി കാണിച്ചാൽ മാത്രം പോരാ, നമുക്ക് ആ സൗണ്ട് നോട്ടും കൂടെ ഒന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഒരു വലിയ സൗണ്ട് ഒന്ന് എക്സ്പെക്ട് ചെയ്ത്, ബിക്കോസ് ആസ് യു നോ ഇതൊരു സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ അതിന് വരേണ്ട ഒരു ഔട്ട് എത്രമാത്രം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. മാത്രമല്ല എനിക്ക് ഇതൊരു സൗണ്ട് ഒരു നല്ല സൗണ്ടായിട്ട് ഫീൽ ചെയ്തു. ഫീൽ ഗുഡ് സൗണ്ടാണ്, അഗ്രസീവായിട്ടുള്ള ഒരു സൗണ്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ആ ഹോണ്ട ഒരു റിഫൈൻഡ് എൻജിൻ എന്ന് നമ്മളെപ്പോഴും പറയുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഓൺ ആക്കുന്ന സമയത്തും ത്രോട്ടിൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. ദാറ്റ് ഈസ് ദ ബിൽഡ് ക്വാളിറ്റി ഓഫ് ഹോണ്ട. സോ വെൻ ഇറ്റ് കംസ് ടു ദ റിയർ സസ്പെൻഷൻ, കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു മോണോഷോക്കാണ്. മാത്രമല്ല നമ്മളപ്പം മൾട്ടിപ്പിൾ ടെറൈൻസിൽ ഓടിക്കുന്ന സമയത്ത് നല്ല ഒരു ഫീഡ്ബാക്കും ഉണ്ടാവും. ഈ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ, എൻജിൻ സൈഡിലേക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാഷ് പ്ലേറ്റും കൂടെ കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ABS ബാഷ് പ്ലേറ്റ് ആണ്, ബട്ട് ദാറ്റ് ഇത് ഈ ഒരു എലമെൻറ്റ്, ഈ ഒരു കോമ്പിനേഷനിലേക്ക് സ്യൂട്ടബിൾ ആവുന്നു. എത്രമാത്രം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓടിച്ച് പല ടെറൈനിൽ ഓടിക്കുന്ന സമയത്ത് മാത്രമേ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലുക്കിലുള്ള മോട്ടോർ സൈക്കിൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. Now we are going to talk about the engine specification. When it comes to the engine side, 184cc single cylinder 4-stroke SI engine ആണ്, and it makes 17.1 bhp at 8500 rpm. അതുപോലെ തന്നെ ടോർക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 16.1 Nm ടോർക്ക് അറ്റ് 6000 rpm. സോ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ട് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഹോണ്ട CB200Xൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നൗ ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മളിതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ഒന്നും ഇപ്പോൾ എടുക്കാൻ പോകുന്നില്ല. അപ്കമിങ് ഡേയ്സിൽ സമാധാനത്തോട് കൂടിയിട്ട് ഒരു റൈഡ് റിവ്യൂ ഒക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ ഒരു റൈഡ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. മാത്രമല്ല ബാൻഡിഡോസ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലെ വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മളെല്ലാ മോട്ടോർ സൈക്കിളും വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് വി വോണ്ട് ടു ഡെവലപ്പ് ദ മോട്ടോർ സൈക്കിൾ ആക്സസറീസ്. നിങ്ങളെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു കടമ നമുക്കുണ്ട്. സോ ഈ ഒരു മോട്ടോർ സൈക്കിൾ തീർച്ചയായിട്ടും ഒരു റെവല്യൂഷൻ ഈ ഒരു ഇന്ത്യൻ റോഡ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഈ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വീഡിയോ കാണണം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ റൈഡിംഗ് ഒക്കെ ഉൾപ്പെടുത്തി ആൻഡ് വാട്ട് ആർ ദ പ്രൊഡക്ട്സ് വി ആർ ഗോയിങ് ടു ഡെവലപ്പ്, ആ ഫീച്ചേഴ്സും അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇതുപോലത്തെ ഒരുപാട് മോട്ടോർ സൈക്കിൾ കോണ്ടന്റുകളാണ് ഈ ഒരു ചാനലിൽ വരാനുള്ളത്. ഒരുപാട് പുതിയ മോട്ടോർ സൈക്കിളിൻ്റെ ഫീച്ചേഴ്സും പുതിയ മോട്ടോർ സൈക്കിൾ ആക്സസറീസ് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാനലിൽ വരാൻ പോകുന്നത്. ഒരുപാട് അഡ്വഞ്ചർ കോണ്ടന്റുകളാണ് ഈ ഒരു ചാനലിൽ വരാനുള്ളത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് യു ഡോണ്ട് വോണ്ട് ടു മിസ് എനി മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ കോണ്ടന്റ്, യു ഡോണ്ട് വോണ്ട് ടു മിസ് എനി റൈഡിംഗ് റിലേറ്റഡ് കോണ്ടന്റ്, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ bell icon. This is Murshid Bandidos signing off from M Wings Honda, Palakkad. See you on the next video.